കുട്ടപ്പ, നിന്റെ മുഖത്തിന് ഒരിക്കലും ഒരു തെളിച്ചമില്ലല്ലോടെ. എന്തോ പറയാനാ സോമൻ ചേട്ടാ, ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോ ഒരു വിമ്മിട്ടാവും. ഇതെന്താ പത്രം ചുരുട്ടിക്കൂട്ടിയിട്ടിരിക്കുന്ന? അയ്യോ, ഇത് ഇന്നത്തെ പത്രമല്ലേ? എങ്ങനെ ചുരുട്ടി എറിയാതിരിക്കും? രാവിലെ മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട് ഓരോ വാർത്തകള്. ഇന്നെന്ത് പറ്റി പ്രത്യേകിച്ച്? ഇന്നലെ കൂട്ടക്കൊല ഒന്നും നടന്നതായി കേട്ടില്ലല്ലോ. ദേ നോക്ക്, ലോക സന്തോഷ സൂചികയിൽ ഫിൻലാൻഡിന് തുടർച്ചയായി 8ാം വട്ടവും 1ാം റാങ്ക്. അവിടെ എങ്ങാനും ജനിച്ചാ മതിയായിരുന്നു. ജനിച്ചത് കൊണ്ടായില്ല കുട്ടപ്പ, മനസ്സും ജീവിതത്തോടുള്ള നിലപാടുകളും ഒക്കെ അവിടുത്തുകാരുടേതുപോലെ ആകണം. എന്തായാലും നിന്നെ കൊണ്ടത് പറ്റൂല. അതെന്താ പറ്റിയാല്? എടാ, നിന്റെ ഇന്നത്തെ സങ്കടത്തിന്റെ കാരണം എനിക്കറിയാം. നിന്റെ അടുത്ത വീട്ടിലെ ആ ബിസിനസ്സുകാരൻ പുതിയ കാറ് വാങ്ങിച്ചതിന്റെ ക്ഷീണമല്ലേ നിനക്ക്? പുറമേ ചിരിച്ചു കാണിച്ച് അകമേ പല്ലിറുമുന്ന ഇത്തരം അസൂയ നിറഞ്ഞു കവിയുന്ന മനസ്സ് ആദ്യം ശുദ്ധമാക്ക്. പക്ഷേ പറ്റുന്നില്ല സോമൻ ചേട്ടാ. ഞാൻ അവൻ എന്തേലും ഒരു പണി കൊടുക്കും. അവന്റെ ഒരു സൺറൂഫ് കാറ് ഇന്നലെ അവൻ എന്നെ കാണിക്കാൻ വേണ്ടി എന്റെ വീട്ടിന്റെ മുമ്പിൽ കൂടി തലയും പുറത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു. എന്നെ കാണിക്കാൻ വേണ്ടി മാത്രം. അവന്റെ ഒരു പൊങ്ങച്ചം. ഓ, വിട്ടുകള കുട്ടപ്പ. ചേട്ടൻ അറിയാമോ, അവന്റെ വീട്ടിലെ ചവറ് മുഴുവൻ രാത്രിക്ക് രാത്രി എന്റെ വീടിന്റെ മതിലിനോട് ചേർത്തിട്ട് കത്തിക്കും. പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്ന ആ പുകയടിച്ച് എനിക്കും എന്റെ വീട്ടുകാർക്ക് എന്നും ചുമയും കുറയുക. ഒരു ദിവസം ഞാനിതിവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞതിനാ അവൻ എനിക്കെതിരെ കോർപ്പറേഷനിൽ പരാതി കൊടുത്തത്. എന്ത് പരാതി? ഞാൻ വേസ്റ്റ് കൊണ്ടുപോയി പൊതുനിരത്തിലിട്ടെന്നും പറഞ്ഞു. വ്യാജ പരാതിയോ അതോ ശരിക്കും നീ അങ്ങനെ ചെയ്തോ? അതെങ്ങനെ? അവൻ ഫോട്ടോ എടുത്തിട്ട് അത് സഹിതമാ പരാതി കൊടുത്തത്. അപ്പോ നീ പൊതുനിരത്തിൽ ചവർ കൊണ്ടിട്ടു. അത് പിന്നെ ചവറല്ല എവിടെയെങ്കിലും കൊണ്ട് കളയണ്ടേ? വീട്ടിൽ എത്ര ദിവസം വെച്ചോണ്ടിരിക്കും? എടാ, എന്തിനും ഏതിനും പരിഹാരമുണ്ട്. നീ സമാധാനമായി ആലോചിച്ച് അതത് പ്രശ്നങ്ങൾക്ക് അനുയോജ്യമായ പരിഹാരം കണ്ടെത്തണം. അല്ലാതെ പൊതുജനത്തിന് ഉപദ്രവം ഉണ്ടാക്കിയേച്ച് വകുപ്പ് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നവരെ കണ്ട് അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. എന്ത് പരിഹാരം ചേട്ടൻ പറ. എടാ, നിന്റെ വീട്ടിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യം നീ തരംതിരിച്ച് കഴുകി അടുക്കി വെച്ചാൽ എല്ലാ മാസവും ഹരിതകർമ്മസേന വന്ന് അതെടുത്തോണ്ട് പോയിക്കോളും. പിന്നെ ജൈവമാലിന്യം നീ ആ കോർപ്പറേഷൻ ഓഫീസിൽ ചെന്ന് ഒരു കിച്ചൺ ബിൻ വാങ്ങി വീട്ടിൽ വെച്ചാൽ ആ പ്രശ്നവും പരിഹരിക്കാം. ഇനി അതിന് മെനക്കെടാൻ പറ്റത്തില്ലെങ്കിൽ പൈപ്പ് കമ്പോസ്റ്റ് പരീക്ഷിക്കാം. മെനക്കേടാ ഇതൊക്കെ. എല്ലാവരും കുറേശ്ശെ മെനക്കെട്ട നാട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ സ്വയം ഇല്ലാതാകും. ഈ ചവറെല്ലാം കണ്ടടത്ത് കൊണ്ടിട്ടാ മഴ പെയ്യുമ്പോൾ അതെല്ലാം ഒഴുകി ചെന്ന് ഓടയായ ഓട മുഴുവൻ ബ്ലോക്കാകും. പിന്നെ വെള്ളപ്പൊക്കമായി, അപകടങ്ങളായി, പ്രശ്നത്തോട് പ്രശ്നം. കുറ്റം മുഴുവൻ സർക്കാരിനും. ചേട്ടനെ പോലെ ഇപ്പൊ എല്ലാവർക്കും മാതൃകാ ജീവിതം നയിക്കാൻ പറ്റുമോ? വേണ്ട, അതുപോലെ വേണ്ട. പക്ഷെ ശ്രമിക്കാമല്ലോ. എല്ലാവരും പൊതു നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യും എന്ന് തീരുമാനിച്ചാൽ തന്നെ ഇവിടെ എത്ര നല്ല മാറ്റങ്ങളുണ്ടാകും. നിയമങ്ങൾ പാലിച്ച് അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നീ കുറച്ചു നാളൊന്ന് ജീവിച്ചു നോക്കിക്കേ. ഒരു ഫിൻലാൻഡിലും പോണ്ട, ഇവിടെ തന്നെ നമുക്ക് സ്വർഗമാക്കാം. അപ്പോ ഈ കവറിലെ ചവറ് ഇനി അവന്റെ പറമ്പിലോട്ട് എറിയണ്ട അല്ലേ? അതാ ഇതൂടെ എറിഞ്ഞിട്ട് ഇനി മുതൽ എറിയണ്ട എന്ന് തീരുമാനിക്കാം അല്ലേ? പിന്നണിയിൽ രാജ്മോഹൻ കുവളശ്ശേരി, ബിജു കല്ലുവാതുക്കൽ, രചന ബിജു മാത്യു.